ഇപ്പോൾ വിയാൻ മംഗലശ്ശേരി ചേട്ടനാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കാർണിക എന്നുള്ള പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നല്ല സിനിമ കാണാൻ സാധിച്ചോളൂ. ചേട്ടൻ പറയട്ടെ. ഞാനെന്ത് പറയണേ, പ്രേക്ഷകരായിട്ടുള്ളവരാണ് പറയണത്. അലിൻ ജോസ് പെരേരയെ പോലുള്ള വലിയ സെലിബ്രിറ്റീസ് അല്ലല്ല, ഇവർക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നല്ല സിനിമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല സിനിമ. കാരണം എന്ന് വെച്ചാൽ ആദ്യമേ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് വെച്ചാൽ ആദ്യം എന്തൊക്കെയാണ് നടക്കണമെന്ന്. പക്ഷേ ഇടവേള കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത് വേറെ ലെവലിലേക്ക് ലാസ്റ്റൊക്കെ ഒരു വില്ലൻ വന്നിട്ടുണ്ടാവും. പേര് പറയില്ല. എന്തായാലും നല്ലൊരു മൂവി സാധിച്ചു. കാരണം കുറച്ച് പേടി. അപ്പോൾ ഇതാണ് മൂവി. അല്ലാതെ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അത് നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം പ്രിയങ്ക ഒരു സീനിയർ മോസ്റ്റ് ആക്ട്രസ് ആണ്. അപ്പോൾ അതുപോലെ ചില സിനിമയിൽ നല്ലൊരു ആക്ട്രസ് ആണല്ലോ. അപ്പോൾ അവരെ പോലെ ഒരാളുകൂടെ അഭിനയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വ്യത്യസ്തത എന്ന് പറഞ്ഞു. കാരണം ഫേസ് ജനങ്ങളിലേക്ക് രീതിയിലുള്ളൊരു പുതിയ പടമാണ്. തമിഴാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മലയാളം അത് ഫൈനലായിട്ടില്ല. അഭിലാഷ് പിന്നെ നമ്മൾ ഭയങ്കര ചങ്കാണ്. അതന്നെ അഭിലാഷ് ചേട്ടൻ. എന്തായാലും സന്തോഷം. ഇതെന്തായാലും നല്ല ഒരു സിനിമ അല്ലേ? ആത്മാർത്ഥമായിട്ട് പറയുന്നത്. വേറെ ലെവലാണ്. ഹൊറർ സിനിമയാണ്. ഫാമിലി. അപ്പോൾ ഇവര് പറഞ്ഞതാണ് സിനിമ. ഞാൻ പറയുന്നതിനെക്കാളും കൂടുതൽ ഇവര് പറയുന്നത് കേട്ടാൽ മതി. അല്ല, ഞാൻ പടം നല്ലതാണ്. കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു സിനിമ, നല്ല സബ്ജക്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഇപ്പം മണിച്ചിത്രത്താഴ് ഇപ്പോൾ ഈയിടെ ഇറങ്ങിയെങ്കിലും പഴയ പടമാണെങ്കിലും ഒരു ഭയങ്കര താല്പര്യം. ഒരു ഹൊറർ മൂവി മലയാളത്തിൽ പെട്ടെന്ന് വന്നിരിക്കുന്ന കാർണിക. പിന്നിറങ്ങിയ പല സിനിമകളും കോമഡിയാണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതഗന്ധിയായിട്ടുള്ള കുറെ സിനിമ കണ്ടിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഇനിയും സിനിമകൾ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു.